നമുക്ക് കൈരളിയിലെ ഈ അവാർഡ് ജേതാക്കളുടെ പ്രത്യേകതകളാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. കൈരളിയിൽ ഇതുപോലെയുള്ള നമ്മുടെ കൈരളി എല്ലാ അവാർഡുകൾക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ടാകും, അതിൻ്റേതായ ഭംഗിയുണ്ട്. അത് കൈരളിയുടെ സമീപനത്തിലുള്ള ആത്മാർത്ഥത കൊണ്ടാണ്. ഒരു തരത്തിലുള്ള കരടും കലർപ്പും കലരരുത് എന്ന് വിചാരിച്ച് നടത്തുന്ന അവാർഡാണ്. ഈ ജൂറി ചെയർമാൻ വിജയനാഥ് സാറ് പറഞ്ഞതുപോലെ അവാർഡ് ജേതാക്കൾ അങ്ങോട്ട് കാശ് കൊടുക്കാത്ത ഏക അവാർഡാണ് കൈരളി അവാർഡ്. ഈ ജേതാക്കളോട് 10 പൈസ നമ്മൾ വാങ്ങിക്കാറില്ല. പിന്നെ ഇതിൻ്റെ സപ്പോർട്ടേഴ്സ് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും തരുന്നത്. കൈരളി അങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അവാർഡ് തന്നെ കൈരളിയുടെ ഒരു വികാരമാണ്. അതായത് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നൊരു മാധ്യമമാകണം ഞങ്ങളെന്ന് ഞങ്ങൾക്ക് വേറെ നിർബന്ധമുണ്ടായിരുന്നു. എല്ലാത്തരം മാറ്റങ്ങളും എല്ലാത്തരം വ്യതിയാനങ്ങളും കൈരളിയിലൂടെ ഞങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കണം എന്ന ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇതുപോലെയുള്ള ആരും കാണാത്തവരെ കണ്ടെത്തിയുള്ള പുരസ്കാരങ്ങൾ നൽകാൻ കൈരളി തീരുമാനിച്ചത്. അതുപോലെ തന്നെയാണ് ജ്വാല. ജ്വാല എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഫ്ലെയിം ആണ്. മലയാളത്തിന് ഞാൻ ഇംഗ്ലീഷിൽ അർത്ഥം പറഞ്ഞു, സോറി. ജ്വാല ജ്വാല തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ജ്വാലയാണ് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെയാണ് ജ്വാല എന്ന് ഈ അവാർഡിന് പേരിട്ടത്. നമ്മുടെ ജീവിതത്തിൽ ജ്വാല തരുന്ന പ്രകാശമാണ് സ്ത്രീ. നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചകളും ആ ജ്വാലയുടെ പ്രകാശത്തിലാണ്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ സ്ത്രീ നമ്മുടെ അമ്മയാണ്. പിന്നെ സഹോദരിമാരാവും, ഭാര്യയാവും. അങ്ങനെ ആ ബന്ധങ്ങൾ ഒരിക്കലും നൂല് പൊട്ടിപ്പോകാതെ തുന്നിച്ചേർത്ത ബന്ധമാണ് നമുക്ക് സ്ത്രീകളുമായിട്ടുള്ളത്. നമ്മുടെ പുരാണങ്ങളിൽ പോലും സ്ത്രീ പുരുഷൻ്റെ പകുതിയാണെന്നല്ലേ പറയുന്നത്. പാർവതി ശിവൻ്റെ പകുതിയാണ്. അപ്പോൾ സ്ത്രീകൾ മാത്രമായി മാറി നിന്നിട്ടൊരു സമുദായമില്ല, സമൂഹമില്ല, മനുഷ്യകുലമേ ഇല്ല. സ്ത്രീയും പുരുഷനും ചേർന്ന ലോകമാണ് നമ്മുടേത്. പക്ഷേ ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവഗണനയെന്ന് പറയാൻ പറ്റില്ല. അവരെ മുന്നോട്ട് വരാൻ സഹായിക്കുന്നത് വളരെ അവരുമായി അടുത്ത് നിൽക്കുന്നവർ പോലും പലപ്പോഴും മടിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്കൊരു പ്രത്യേക പുരസ്കാരം നൽകാൻ കൈരളി തീരുമാനിച്ചത്. പക്ഷേ ഈ പുരസ്കാരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീ പുരുഷ വ്യത്യാസം അവസാനിപ്പിക്കാൻ തന്നെയാണ്. ഇനിയുള്ള കാലത്ത് ഈ ജ്വാല പുരസ്കാരങ്ങളിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ടാവും. അവരോട് മത്സരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മത്സരിച്ച് ജയിക്കട്ടെ, നമുക്കെന്താ.